ഹലോ മീഗോസ്, ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു യുണീക്ക് മോട്ടോർ സൈക്കിളാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ആൻഡ് ഓൺലി ഇലക്ട്രിക് പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ എന്ന് പറയാൻ പറ്റുന്ന അൾട്രാ വയലറ്റ് F77 Mark II. ആദ്യമായിട്ടാണ് ഞാനൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഒരു മോട്ടോർ സൈക്കിളിലേക്ക് കയറുന്ന പോലെയുള്ള ആ ഒരു ഫീലോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കയറിയിട്ടുള്ളത്. കാരണം യൂഷ്വലി നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോഴുള്ള ക്ലച്ച്, ഗിയർ, ഇഗ്നീഷൻ സെറ്റപ്പുകൾ അതുപോലത്തെ സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ഓക്വേർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ചെറിയൊരു ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സിലറേഷനൊക്കെ ഉള്ളൊരു മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയൊരു ഫിയറും ഉണ്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറുമ്പോൾ. പിന്നെ ഇതൊരു പ്രോപ്പർ റിവ്യൂ ഒന്നുമല്ല, ചെറിയൊരു റൈഡിംഗ് സെഷൻ വീഡിയോ ആണ്. F77 Mark IIയിൽ 2 വേർഷൻസ് വരുന്നുണ്ട്. ഒന്ന് Mark IIയും അതുപോലെ തന്നെ Mark IIയുടെ ഒരു റീകോൺ എഡിഷനും ഉണ്ട്. അതിൽ റീകോൺ എഡിഷനാണ് ഇപ്പോൾ ഞാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഈ 2 വേരിയൻസ് തമ്മിൽ ബാറ്ററി പാക്കിലാണ് വ്യത്യാസം. പിന്നെ Mark IIയിൽ ചെറിയൊരു പവർ ഡ്രോപ്പും വരുന്നുണ്ട്. ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ ഈ ഒരു വണ്ടിയിലേക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 207 കിലോഗ്രാം ആണ് ഈ ഒരു വണ്ടിയുടെ കർബ് വെയിറ്റ് വരുന്നത്. ഈ ഒരു വണ്ടിയിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു വെയിറ്റ്. പക്ഷേ വണ്ടി ഒന്ന് റണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ വരുന്നത്. നമ്മൾ യൂഷ്വൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർക്ക് ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയൊരു ചേഞ്ച് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് മൊത്തമായിട്ടൊരു സിംഗിൾ പോയിന്റിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയ രീതിയിലാണ് തോന്നുന്നത്. സാധാരണ നമ്മൾ നോർമൽ മോട്ടോർ സൈക്കിൾ കുറച്ചൊന്ന് സ്പ്രെഡ് ആയ രീതിയിലാണ് വെയിറ്റ് ഉണ്ടാവുക. ഇത് കുറച്ചും കൂടെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു 207 കിലോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്റ്റേബിളാണ്. ഓടിക്കുമ്പോഴും വേറെ സീനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ മിറേഴ്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ റണ്ണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്തൊന്നും നടപടിയാവില്ല. കാരണം നമ്മുടെ കാറിലൊക്കെ വരുന്ന പോലെ ഉള്ളിൽ ആ ഒരു ചെറിയ പാർട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് മിറർ വരുന്നത്. അത് നമ്മളിങ്ങനെ പുഷ് ചെയ്തിട്ട് ടിൽറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം ആദ്യം നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം. മിറർ കുറച്ച് ചെറിയ മിററാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ടെങ്കിലും ആ ഒരു വിസിബിൾ ഏരിയ കുറച്ച് ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് റിയർ വ്യൂ വിഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ മിറർ ഏറെക്കുറെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പക്കാ സൂപ്പർ സ്പോർട്ട് ആ ഒരു രീതിയിലുള്ള റൈഡിംഗ് പൊസിഷൻ അല്ല ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഒരു പക്കാ അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനും അല്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷനാണ്. എന്നാലും നമുക്കൊരു പ്രോപ്പർ സ്പോർട്സ് ടൂറിംഗ് എന്നും പറയാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ഹൈറ്റ് വെച്ച് എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. പൊതുവേ സ്പോർട്സ് റൈഡിംഗ് പൊസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ എനിക്ക് അത്ര ബാക്കിലേക്ക് ഇരുന്നിട്ടും ആ ഒരു പക്കാ സ്പോർട്സ് റൈഡിംഗ് പൊസിഷൻ കിട്ടുന്നില്ല എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട്. പക്ഷേ നമ്മൾ സീറ്റിൽ നല്ല ഫ്രണ്ടിലേക്ക് കയറി ഇരുന്നാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അപ്രൈറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂറിംഗ് ആ ഒരു രീതിയിലുള്ള റൈഡിംഗ് പൊസിഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഒരു വൈസർ വരുന്നില്ല. ഇതൊരു സ്പോർട്സ് മോട്ടോർ സൈക്കിൾ ആ ഒരു രീതിയിൽ ആ ഒരു ഫീലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ വൈസർ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഡിസ്കംഫർട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ കുറച്ചും കൂടെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. പക്ഷേ അത്ര എയർ ഡ്രാക്ക് ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഏകദേശം ഏറെക്കുറെ ആ ഒരു വൈസറിൻ്റെ പ്രോപ്പർട്ടി ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ കാരണം അതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ എയർ ഈ ഒരു ഹെഡ്ലൈറ്റ് കാരണം തന്നെ ഡിഫ്ലക്ട് ചെയ്ത് പോകും. ആ രീതിയിൽ ഇങ്ങനെ സ്ലോപ്പി ആയിട്ടാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ആ ഒരു എക്സ്പോസ്ഡ് ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനൊരു വൈസർ അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു ന്യൂസ് ഞാൻ കേട്ടു. അത് എന്നാ വരാമെന്നൊന്നും അറിയില്ല. പിന്നെ ഇതിൽ 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്: ഗ്ലൈഡ്, കോമ്പാക്ട്, അതുപോലെ ബലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. കോമ്പാക്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത്. ഞാൻ ആദ്യം കോമ്പാക്റ്റ് ഒന്ന് യൂസ്ഡ് ആയിട്ട് നമുക്ക് മറ്റു മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഈ വണ്ടിയിലേക്ക് കയറിയപ്പോൾ ചെറിയൊരു ഫിയർ ഫാക്ടറൊക്കെ ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ ബൈക്ക് എന്നുള്ള രീതിയിലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇത് ഓടിക്കാൻ അങ്ങനെ ഒരു ഫിയർ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം കോമ്പാക്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഒരു നോർമൽ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു സാധാ നമ്മുടെ 200cc ആ ഒരു റേഞ്ചിലുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ തന്നെയാണ് കോമ്പാക്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബിഗിനർ ആയാലും ഈ ഒരു വണ്ടിയിലേക്ക് വന്നാൽ വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പൊതുവേ എനിക്ക് ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ക്ലച്ചും ഗിയർ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആ ഒരു മടിയൻ ഫീൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായില്ല. പക്ഷേ ഈ വണ്ടി ഓടിച്ചപ്പോൾ അങ്ങനെയല്ല, ഇതിനെന്തോ ഒരു ക്യാരക്ടർ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ ജെറ്റ് എഞ്ചിൻ്റെ ഒക്കെ പോലെയുള്ള ആ ഒരു സൗണ്ടും ഒരു മൊത്തത്തിൽ ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കുമ്പോഴും ഈ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഡിസൈൻ വൈസ് ഒക്കെ നോക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു ക്യാരക്ടർ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഈ ഒരു വണ്ടി എന്തായാലും റെക്കമെൻഡ് ചെയ്യും. മാത്രമല്ല ഈ ഒരു വണ്ടിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 4 ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, അതേപോലെ 10 ലെവൽ ഓഫ് റീജൻ വരുന്നുണ്ട്, ഡൈനാമിക് റീജൻ വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അതേപോലെ അൾട്രാ വയലറ്റിൻ്റെ തന്നെ ഒരു DSC സിസ്റ്റം, ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. DSC എന്താണെന്ന് വെച്ചാൽ
അത് ഈ ഒരു റീജനും അതുപോലെ തന്നെ ABS കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് അൾട്രാ വയലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പാനിക് സിറ്റുവേഷൻസിലൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ റീജൻ ഓൺ ആണെങ്കിലും ഹൈ റീജനിലാണെങ്കിലും വണ്ടി നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ കൺട്രോൾ ആയിട്ട് തന്നെ ബ്രേക്കിംഗ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഹിൽ ഹോൾഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി മെക്കാനിസംസ് ഉള്ള ബാറ്ററി പാക്കാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് റേഡിയലാണ്. അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇത്രയും ഹൈ ടോക്കുള്ള മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ഒരിക്കലും കോംപ്രമൈസ്ഡ് ആവാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടായാലും റെയറായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ചെറിയ റോഡിലൊക്കെ യൂട്ടേൺ എടുക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലമാണ്. കാരണം ഒന്നാമത് ഈ ഒരു സ്പോർട്ടി ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഹാൻഡിലും ഈ ഒരു വണ്ടി നല്ല രീതിയിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ യൂട്ടേൺ എടുക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. റിവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ മോഡ്സൊക്കെ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് തന്നെ കോമ്പാക്ട് മോഡിന് നമുക്ക് ബലിസ്റ്റിക് ആക്കാം. കോമ്പാക്റ്റിൽ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. വലിയ സീനൊന്നും ഇല്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബലിസ്റ്റിക് ഒന്ന് ഓടിച്ചു നോക്കാം. ഓരോ മോഡ് ചേഞ്ച് ആകുമ്പോഴും കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഗ്ലൈഡിൽ ഗ്രീനാണ് വരുന്നത്, കോമ്പാക്റ്റിൽ ബ്ലൂ, അതുപോലെ തന്നെ ബലിസ്റ്റിക്കിൽ റെഡും ആണ്. ഈ ഒരു കൺസോളും ഓട്ടോമാറ്റിക്കലി കൺസോളിൻ്റെ തീമും മാറുന്നുണ്ട്, ഡാർക്കും വൈറ്റും. നല്ല ലൈറ്റ് വരുന്ന ഏരിയയിലൊക്കെ വൈറ്റ് ആയിട്ടാണ് വരിക. പിന്നെ ഒരുപാട് ഷാഡോസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡാർക്കായി മാറുന്നുണ്ട്. അതായത് നൈറ്റിൽ ഓട്ടോമാറ്റിക്കലി ഡാർക്കായി മാറും. ബലിസ്റ്റിക്കിൽ ഫുൾ പെർഫോമൻസ് മോഡ് ആണെങ്കിലും നമുക്ക് കൺട്രോളബിൾ ആണ്. അത്യാവശ്യം ടോട്ടൽ കൺട്രോൾ ശീലമായവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓടിച്ച് പോകാവുന്നതാണ്. നല്ല രീതിയിൽ ടോട്ടൽ റെസ്പോൺസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് പവർ ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ നല്ല ക്വിക്കായിട്ട് കൈ കൊടുത്ത് നോക്കിയിട്ടില്ല. ഈ ഒരു റോഡ് നല്ല ട്രാഫിക് ആയതുകൊണ്ട് അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ മാത്രമല്ല, സാധാരണ നോർമൽ വണ്ടികളിലൊക്കെ വരുന്ന ഇൻഡിക്കേറ്റിംഗ് സൗണ്ടുകളുണ്ടാവും. അതായത് ഇൻഡിക്കേറ്ററിന് അതേപോലെ വാർണിംഗ് സൗണ്ട്സ് ഒക്കെ ഒരു ഓവറായിട്ടും അങ്ങനെ ഭയങ്കര അനോയിങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ആ സൗണ്ട്സ് എല്ലാം തന്നെ അവർ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള, റൈഡറിന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര നൈസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടറുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നോർമൽ സാധാ നമ്മുടെ IC എൻജിൻ മോട്ടോർ സൈക്കിളൊക്കെ പോലെ തന്നെ ഈ ഒരു വണ്ടിക്കും ഒരു ക്യാരക്ടർ ഫീൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് റീജന് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് അത്യാവശ്യം ഫുൾ ചാർജ് ഉണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ റീജന് വർക്കാവില്ല. റീജന് വർക്കാണെങ്കിൽ ഏകദേശം 90% താഴെ ചാർജ് ഉണ്ടാകുമ്പോൾ മാത്രമേ റീജന് വർക്കാവുള്ളൂ. പിന്നെ അധിക നേരം നമുക്ക് ഇപ്പോൾ ഓടിക്കാനും പറ്റില്ല. കാരണം ഒരുപാട് പേര് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തവർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വണ്ടി തിരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് എന്തായാലും ഗ്ലൈഡിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഗ്ലൈഡ് ഇതിൽ ഏറ്റവും ലോ പെർഫോമൻസ് മോഡാണ്. ഇത് ഗ്ലൈഡ് പക്ക നമ്മുടെ ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മോഡാണ്. അതായത് സ്കൂട്ടേഴ്സിലൊക്കെ വരുന്ന പോലെ ഭയങ്കര ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ്. നമ്മളിങ്ങനെ സ്പീഡ് കയറി പോകുന്നത് നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ 1 by 1 ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഭയങ്കര ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ടാണ് ഗ്ലൈഡിൽ വരുന്നത്. അതായത് കുറച്ചും കൂടെ നമുക്ക് സിറ്റിയിലൊക്കെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവണം അവർ അങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചത്. കോമ്പാക്റ്റിലാവുമ്പോൾ കോമ്പാക്റ്റ് കുറച്ചും കൂടെ നമുക്കൊരു പവർ ഫീൽ ചെയ്യും. പിന്നെ ബലിസ്റ്റിക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, ബലിസ്റ്റിക്കിലാണ് ഈ ഒരു വണ്ടിയുടെ റിയൽ ക്യാരക്ടർ നമുക്ക് കിട്ടുക. ആ ഒരു ഇലക്ട്രിക് ടോർക്കിൻ്റെ ആ ഒരു ഫീലൊക്കെ നമുക്ക് ഈ ഒരു ബലിസ്റ്റിക്കിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമോ നമുക്ക് നോക്കാം. കിട്ടുമ്പോൾ നമുക്ക് കൈയെടുത്ത് നോക്കാം. യെസ്, ഇതാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു ഫീല്. ആ ഒരു കൈ കൊടുക്കുമ്പം ആ ഒരു എന്താ പറയുക, റഷ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സിലറേഷൻ അത് ഭയങ്കരം തന്നെയാണ്. അത് അധികം നേരം സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു വണ്ടിയിൽ അധികം യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ പുഷ് ചെയ്യാത്തത്. ബലിസ്റ്റിക് മോഡ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ പൊളി. പിന്നെ ഈ ഒരു വണ്ടിയുടെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കുറച്ചും കൂടെ നോർമൽ ടൂറിങ് അല്ലെങ്കിൽ സിറ്റി കമ്മ്യൂട്ടിങ് ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല, എന്നാലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി റൈഡിംഗ് പൊസിഷനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല, ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിലേക്ക് ആളുകളെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ചെയ്യാൻ ഈ ഒരു വണ്ടിക്ക് പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടികളോട് അധികം താല്പര്യമില്ലാത്ത ആളുകളായിരുന്നാൽ പോലും ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അവർക്ക് താല്പര്യം വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.